രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നുകൂടെ ഒന്ന് എടുത്തെഴുതാം. നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഇക്വേഷൻ ഇതായിരുന്നു. ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ കിട്ടിയ വി എസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടിയത് കെക്ക് പകരം അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അല്ലെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഇക്വേഷൻ ഇതായിരുന്നു. ക്യൂ ഈസ് ഈക്വൽ ടു വി എസ് എഫ് ബാർ ഇൻറ്റു കെ മൈനസ് വി എസ് എഫ് ബാർ ബൈ കെ ജെ മൾട്ടിപ്ലൈഡ് ബൈ കെ സ്ക്വയർ. ഇതായിരുന്നു നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ക്യൂ ഈസ് ഈക്വൽ ടു കെ ജെ ഇൻറ്റു വി എസ് ബാർ മൈനസ് കെ ജെ ബൈ വി എസ് എഫ് ബാർ ഇൻറ്റു വി എസ് സ്ക്വയർ, വി എസ് ബാർ സ്ക്വയർ. അപ്പം ഇങ്ങനെ രണ്ട് ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് വി എസ് ഒക്കെയാണ്. ഓക്കെ, ശരി. അപ്പം ഇങ്ങനെ രണ്ട് ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തെടുത്തു. ഇനി ഇതിൽ നിന്ന് നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താണ്? മാക്സിമം ഫ്ലോയുടെ എക്സ്പ്രഷനാണ് വേണ്ടത്, അല്ലെ മാക്സിമം ക്യൂ മാക്സിന്റെ എക്സ്പ്രഷനാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ആക്ച്വലി വാട്ട് ഈസ് ക്യൂ ഈക്വൽ ടു വി എസ് ഇൻറ്റു കെ ആണല്ലോ. ഇത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ഇക്വേഷൻ കണക്റ്റിംഗ് ക്യൂ ഇ ആൻഡ് കെ. അപ്പം ക്യൂ മാക്സ് ആവണമെങ്കിൽ ഏതൊക്കെ മാക്സിമം ആയിരിക്കണം? വി എസും മാക്സിമം ആയിരിക്കണം, കെയും മാക്സിമം അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമം വാല്യൂ ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമം കെ എന്ന് പറയുന്ന അല്ലെങ്കിൽ മാക്സിമത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കെ വാല്യൂ അവിടെ ഉണ്ടായിരിക്കണം, ആണല്ലോ. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ഇനി നമ്മൾ ഒരു കാര്യം ആലോചിക്കാം. നമ്മുടെ ക്യൂ വേഴ്സസ് സ്പീഡ് ഗ്രാഫ് ഒന്ന് നിങ്ങളൊന്ന് അസ്യൂം ചെയ്ത്. ക്യൂ വേഴ്സസ് സ്പീഡ് ഗ്രാഫ് എങ്ങനെയായിരുന്നു നമുക്ക് കിട്ടിയത്? നമ്മുടെ ഫണ്ടമെന്റൽ ഇങ്ങനെയായിരുന്നു. ഓക്കെ, ഫ്ലോ വേഴ്സസ് സ്പീഡ് ഗ്രാഫ് എങ്ങനെയായിരുന്നു നമുക്ക് വന്നത്? ഓക്കെ, നമുക്കിത് ഇതേമാതിരിയായിരുന്നു വന്നത്. ഇത് നമ്മൾ മറ്റേ LOS ക്ലാസിഫിക്കേഷൻ ഉപയോഗിച്ച അതേ ആ ഒരു ഗ്രാഫ് തന്നെ. അപ്പം ഇതിൽ മാക്സിമം ഫ്ലോ, ഓക്കെ, മാക്സിമം ഫ്ലോ എന്ന് പറയുന്നത് എവിടെയായിരുന്നു ഒബ്റ്റെയിൻ ചെയ്തത്? ഈ ഒരു പോയിന്റിലായിരുന്നു ഒബ്റ്റെയിൻ ചെയ്തതല്ലേ. അപ്പം ഈ മാക്സിമം ഫ്ലോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ടല്ലോ, അത് എവിടെ? ഓക്കെ, മാക്സിമം ഫ്ലോയ്ക്ക് ഇതാണ് മാക്സിമം ഫ്ലോ വന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഇല്ലേ? ഈ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം മാക്സിമം ഫ്ലോ നടക്കുന്ന ഒരു പോയിന്റിന്റെ പ്രത്യേകത എന്താ? ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താ? അത് ഒരു പെർഫെക്റ്റ് 90 അല്ലെങ്കിൽ ആ ഒരു പോയിന്റിന് പ്രത്യേകിച്ച് സ്ലോപ്പ് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്താണ് പറയാനായിട്ട് പറ്റുക? ആ പർട്ടിക്കുലർ പോയിന്റിൽ കൂടെ വരയ്ക്കുന്ന ആ ഒരു അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിന്റെ കൂടെ വരയ്ക്കുന്ന ഒരു ടാൻജന്റ് നമ്മൾ വരച്ചു, അല്ലെങ്കിൽ ആ പോയിന്റിൽ കൂടെ നമ്മൾ ഒരു ടാൻജന്റ് വരച്ചെന്ന് വെച്ചോ, അതിന്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കും? ഏത് പോയിന്റിന്റെ സ്ലോപ്പ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? dy/dx ആണല്ലോ. ഓക്കെ, dy/dx. അപ്പോൾ ഇവിടുത്തെ y ആക്സിൽ എന്താ കിടക്കുന്നത്? സ്പീഡ്, x ആക്സിൽ ഫ്ലോ. സോ നമുക്ക് എന്തെഴുതാം? ഇവിടുത്തെ vs/q എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ലോപ്പ് എന്താ? സ്ലോപ്പ് ഈസ് വാട്ട് ഇസ് ടാൻ തീറ്റ അല്ലെങ്കിൽ ടാൻ 90 എന്നാണ്. ഇവിടെ 90 ഡിഗ്രി അല്ലേ? ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ് നിൽക്കുന്നത്. സോ ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ ടാൻ 90 എന്ന് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ അതിന്റെ സ്ലോപ്പാണ്. ഓക്കെ, ടാൻ 90 ഈസ് വാട്ട്? ടാൻ 90 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അല്ലെങ്കിൽ 1/0 ദാറ്റ് ഇസ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ vs/q. ഇനി നമ്മളിതിനെ ഒന്ന് തിരിച്ചിട്ടാലോ, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റിംഗ് q വിത്ത് റെസ്പെക്ട് ടു vs ആണെങ്കിൽ എന്ത് ചെയ്യും? ഇത് ഇപ്പുറത്തും നേരെ തിരിയും. സോ 0. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് വെൻ വി ഡിഫറൻഷിയേറ്റ് q വിത്ത് റെസ്പെക്ട് ടു vs വി വിൽ ഗെറ്റ് 0. ഓക്കെ, എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് വിട്ടേക്കുക. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഞാൻ ജസ്റ്റ് ഇതെങ്ങനെ വന്നു എന്ന് പറയാനായിട്ട് ഇത്രയും പറഞ്ഞു വന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ക്യൂവിനെ vs വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 ആണ് കിട്ടുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനി നമുക്ക് ക്യൂവിന്റെ ആ ഒരു എക്സ്പ്രഷൻ എടുക്കുക. vs ആയിട്ട് വരുന്ന ഇതാണല്ലോ ക്യൂവും vsഉം തമ്മിൽ വരുന്ന ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞത്. അപ്പം അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? vs ആയിട്ട് എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. dq/dvs അല്ലെങ്കിൽ vs ബാർ കേട്ടോ, കുഴപ്പമില്ല. dvs ഈസ് ഈക്വൽ ടു 0 ആണ്. പക്ഷെ അതെന്താണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ vs വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഈ ഒരു ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇത് മാത്രമേ വരത്തുള്ളൂ. നിങ്ങൾ +2 ഡിഫറൻഷിയേഷൻ ചെയ്തത് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഈ ടേമിൽ kj മാത്രമേ ബാക്കി വരുള്ളൂ.
സോ കെ ജെ മൈനസ്, പിന്നെ ഈ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴോ വി എസ് വിത്ത് റെസ്പെക്ട് ടു വി എസ് ചെയ്യുമ്പം ഒരു 2 ഇപ്പുറത്തേക്ക് വരും അല്ലേ. അപ്പം എന്ത് വരും, 2vs ഇൻറ്റു കെ ജെ ബൈ വി എസ് എഫ് ബാർ എന്ന് വരും. ദറ്റ് ഈസ് 2vs ഇൻറ്റു കെ ജെ ബൈ വി എസ് എഫ് ബാർ. ഓക്കെ, ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ വരും. എന്നിട്ട് ഇത് എന്ത് ചെയ്യാം, ഇതെന്ന് പറയുന്നത് 0 ആണ് അല്ലേ. അപ്പോൾ ഈ മൈനസിന് ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, കെ ജെ ഈസ് ഈക്വൽ ടു 2vs ബാർ, വി എസിന് വി എസ് ബാർ എന്നുണ്ട്, ഞാൻ ജസ്റ്റ് പെട്ടെന്ന് എഴുതിയപ്പോൾ അത് പലർക്കും വിട്ടുപോയതാണ്. ഇങ്ങനെ കിട്ടുമല്ലോ. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ടൈമിനെ ഈ 0ക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഈ ഈക്വലിന് അപ്പുറത്തേക്ക് കൊണ്ടുവന്നേ. കാരണം ഇത് 0 ആണ്. അപ്പം എന്താണ്, ഇതിനകത്ത് നമുക്ക് കെ ജെയും കട്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും, ആക്ച്വലി വി എസ് ബാർ ഈസ് ഈക്വൽ ടു വി എസ് എഫ് ബൈ 2. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടിയില്ലേ. അതായത് സ്പേസ് മീൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഫ്രീ മീൻ സ്പീഡ്. ഓക്കെ, അല്ലെങ്കിൽ മീൻ ഫ്രീ സ്പീഡ് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയതെന്ന്. സിമിലർലി നമുക്ക് എന്തിന്റെ എക്സ്പ്രഷനും കണ്ടുപിടിക്കാം, കെയ്ക്കുള്ള ഒരു എക്സ്പ്രഷനും കണ്ടുപിടിക്കാം. അതെ, ഡി ക്യൂ ഇപ്പൊ നമ്മൾ ഡി ക്യൂ ബൈ ഡി വി എസ് അല്ലേ ചെയ്തേ, ഇതേപോലെ നമുക്ക് ഡി ക്യൂ ബൈ ഡി കെയും ചെയ്യാം. ഓക്കെ, അടുത്തത് ഡി ക്യൂ ബൈ ഡി കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക, ഇതിനെ കെ വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഏത് ടൈമേ ബാക്കി വരത്തുള്ളൂ, വി ബാർ എസ് എഫ് അല്ലെങ്കിൽ വി എസ് എഫ് ബാർ എന്ന് പറയുന്ന ഒരു ടൈം മാത്രമേ വരത്തുള്ളൂ. മൈനസ് ഇവിടെ കെ ചെയ്യുമ്പം ഈ 2 ഫ്രണ്ടിലേക്ക് വരും. അപ്പം 2k വി എസ് എഫ് ബാർ ബൈ കെ ജെ, 2k വി എസ് എഫ് ബാർ ബൈ കെ ജെ. ഇതും 0 തന്നെയാണ് അല്ലേ. ഡി ക്യൂ ബൈ ഡി കെയും 0 ആണ്. കാരണം എന്താ, നമ്മുടെ കർവ് ഓർമ്മയില്ലേ, അതായത് ക്യൂവും കെയും തമ്മിലുള്ള കർവ് എങ്ങനെയായിരുന്നു വരുന്നത്, ഇങ്ങനെയായിരുന്നു വരുന്നത്. അപ്പോൾ അതാ ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതാണല്ലോ ക്യൂ മാക്സ് അല്ലെങ്കിൽ മാക്സിമം ക്യൂ വരുന്ന പോയിന്റ്. അപ്പം ക്യൂ മാക്സ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സ്ലോപ്പും എന്ത് തന്നെയാണ്, 0 ആണ്. സോ ഡി ക്യൂ ബൈ ഡി കെ അറ്റ് വെൻ ക്യൂ ഈക്വൽ ടു ക്യൂ മാക്സ് ഡി ക്യൂ ബൈ ഡി കെ ഈക്വൽ ടു 0 ആണ്. കാരണം ഇവിടെ ടാൻജന്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്യൂ മാക്സ് വരുന്ന ഒരു പോയിന്റിൽ ടാൻജന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് 0 ആയിരിക്കും. സോ മാക്സിമം ഫ്ലോ വരുന്ന ഒരു പോയിന്റിൽ ഡി ക്യൂ ബൈ ഡി കെ എന്ത് തന്നെയാണ്, 0 ആണ്. സോ നമുക്ക് ഇതിങ്ങനെ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ മൈനസ് ഉള്ള ഒരു ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. സോ നമുക്ക് എങ്ങനെ എഴുതാം, വി എസ് എഫ് ബാർ ഈസ് ഈക്വൽ ടു 2k വി എസ് എഫ് ബാർ ബൈ കെ ജെ എന്ന് എഴുതാം. വി എസ് എഫ് ബാർ കട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഇവഞ്ച്വലി കെ ഈസ് ഈക്വൽ ടു കെ ജെ ബൈ 2 എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ കിട്ടും. സോ വി എസിന് ഒരു എക്സ്പ്രഷനായി, കെയ്ക്ക് ഒരു എക്സ്പ്രഷനായി. ഓക്കെ, അപ്പോൾ കെയ്ക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താണ്, വെൻ ദ ഫ്ലോ ഈസ് മാക്സിമം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എക്സാക്ട്ലി ഹാഫ് ഓഫ് ദ ജാമിംഗ് കോൺസെൻട്രേഷൻ അല്ലെ ജാമിംഗ് ഡെൻസിറ്റി. പരമാവധി ഫ്ലോ ഉള്ള സമയത്ത് ജാം ഡെൻസിറ്റിയുടെ പകുതിയായിരിക്കും അവിടുത്തെ നോർമൽ ഡെൻസിറ്റി അല്ലെങ്കിൽ മാക്സിമം ഫ്ലോ ഉള്ള സമയത്തെ ഡെൻസിറ്റി. അതേമാതിരി വെൻ ദ ഫ്ലോ ഇസ് മാക്സിമം സ്പീഡ് അല്ലെങ്കിൽ മീൻ സ്പീഡ് ഇസ് ഈക്വൽ ടു ഫ്രീ മീൻ സ്പീഡ് ബൈ 2 ആയിരിക്കും. ഓക്കെ, മാക്സിമം ഫ്ലോ നടക്കുന്ന സമയത്താണ് ഈ രണ്ട് കണ്ടീഷൻ വരുന്നത്. വെൻ ക്യൂ മാക്സ്, ഓക്കെ, അറ്റ് ദ ടൈം ഓഫ് ക്യൂ മാക്സ് ഈ കണ്ടീഷൻ ഫോളോ ചെയ്യും, അറ്റ് ദ ടൈം ഓഫ് ക്യൂ മാക്സ് ഈ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യും. സോ നമുക്ക് എന്താണ് ക്യൂവിനെ പറ്റി അറിയാവുന്നത്, ക്യൂ ഇസ് എ പ്രോഡക്റ്റ് ഓഫ് വി എസ് ആൻഡ് കെ. ഓക്കെ, വി എസ് ആൻഡ് കെ. സോ വി ക്യാൻ റൈറ്റ് ക്യൂ മാക്സ് ഇസ് ഈക്വൽ ടു ക്യൂ മാക്സ് ഉള്ള സമയത്ത് വി എസ് ഏതാ, വി എസ് എഫ് ബൈ 2 മൾട്ടിപ്ലൈഡ് ബൈ ക്യൂ മാക്സ് ഉള്ള സമയത്ത് കെ ഏതാ, കെ ജെ ബൈ 2. സോ ഇങ്ങനെ എഴുതാം. സോ ഇവഞ്ച്വലി നമുക്ക് ക്യൂ മാക്സിന്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടും, വി എസ് എഫ് ബാർ ഇൻറ്റു കെ ജെ ബൈ ഒരു 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 4. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യൂ മാക്സിന്റെ എക്സ്പ്രഷൻ, വി എസ് എഫ് ഇൻറ്റു കെ ജെ ബൈ 4 എന്നുള്ളത്. ഓക്കെ, അപ്പം ക്യൂ മാക്സ് മാക്സിമം ഫ്ലോയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടത്. ഓക്കെ, കുറച്ച് കൺഫ്യൂസിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യം പെട്ടെന്നൊന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ, ഗ്രീൻ ഷീൽഡ് ഇങ്ങനെ ഒരു ഇക്വേഷൻ പറഞ്ഞു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു,
നമ്മൾ ഇത് ഇക്വേഷനിൽ വി എസിന് പകരം ഈ ക്യൂ ബൈ കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൽ നമുക്കൊരു ക്യൂവിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. പിന്നെ ഈ കെ അടുത്തതായിട്ട് ഈ കെക്ക് പകരം ക്യൂ ബൈ വി എസ് എന്ന് പറയുന്ന ഒരു ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ക്യൂവിനൊരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പം നമുക്ക് ക്യൂവിന് 2 എക്സ്പ്രഷനായി. എന്നിട്ട് ഇതിനെ ഡി ക്യൂ ബൈ ഡി കെ ചെയ്യുക, ഇതിനെ ഡി ക്യൂ ബൈ ഡി വി എസ് ചെയ്യുക, രണ്ടിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് കറസ്പോണ്ടിങ്ങിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, വി എസിൻ്റെ വാല്യൂ ക്യൂ. ഇതിങ്ങനെ സ്ലോപ്പ് 0 ആവുന്ന സമയത്ത്, ഓക്കെ, ഈ കേസ് സ്ലോപ്പ് 0 ആവുന്ന സമയത്ത് ക്യൂ മാക്സിമം അല്ലെങ്കിൽ ഫ്ലോ മാക്സിമം ആയിരിക്കണം. അപ്പോൾ വെൻ ഫ്ലോ ഈസ് മാക്സിമം നമുക്ക് ഫൈനലി കിട്ടും. അവിടുത്തെ മീൻ സ്പീഡ് എന്ന് പറയുന്നത് ഫ്രീ മീൻ സ്പീഡ് ബൈ 2 ആണ്. വെൻ മാക്സിമം ഫ്ലോ ഈസ് ഹാപ്പനിങ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ജാം ഡെൻസിറ്റി ബൈ 2 ആണ്. നമുക്കറിയാം ക്യൂ ഈക്വൽ ടു വി എസ് ഇൻറ്റു കെ ആണ്. അങ്ങനെയെങ്കിൽ ക്യൂ മാക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, ആ മാക്സിമം ഫ്ലോ ഉള്ള ടൈമിലെ സ്പീഡിൻ്റെയും ഡെൻസിറ്റിയുടെയും പ്രോഡക്റ്റ് ആയിരിക്കും. ആ ടൈമിലെ സ്പീഡും ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വി എസ് എഫ് ബൈ 2 കെ ജെ ബൈ 2 ആണ്. അതിൻ്റെ പ്രോഡക്റ്റ് വി എസ് എഫ് ഇൻറ്റു കെ ജെ ബൈ 2 ഇൻറ്റു 4. അപ്പം ഈ ഒരു എക്സ്പ്രഷനാണ് ഫൈനലി നമുക്ക് ക്യൂ മാക്സിന് കിട്ടുക. ഇതാണ് അതിൻ്റെ ഒരു ലോജിക്ക്. ഓക്കെ, നിങ്ങളുടെ കടിയാലി ടെക്സ്റ്റിനകത്തും ഈ ഒരു സെയിം ഡെറിവേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൗട്ടുള്ളവർ അത് നോക്കുക. ഓക്കെ.